തളിർ ചൂടുന്ന ജീവന്റെ ചില്ലയിലെ രാക്കിളി പാടാത്ത യാമങ്ങളിൽ ആരോ വന്നൻ കാതിൽ ചൊല്ലി തേങ്ങും നിന്റെ മൊഴി. കഴുത്ത് അതിൻ്റെ ഒരു എക്സസൈസ് അറിയില്ല, ഇതൊരു ഫുഡ് വരുമ്പോൾ അതൊക്കെ എക്സസൈസ് ആണോ? മനസ്സിലായില്ല, തമാശ മനസ്സിലായില്ല. അയ്യോ, തമാശയായിരുന്നോ? ആദ്യത്തെ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ വോയിസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ആ സിനിമയിൽ 3 പാട്ട് പാടി. Wow. രണ്ട് ദിവസം കൊണ്ട് 3 പാട്ട് പാടിയിട്ടാണ് തിരിച്ചു വന്നത്. പ്രധാനം ഒരു മോള് കൂടി വന്നു, അതാണ്. എൻ്റെ അനിയത്തി എസ്, ഇവർ രണ്ടുപേരും എ. ഇതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. വീട്ടിന്നു മഴ പാടും കുളിരായി വന്നതാരു ഇവളോ, തെന്നലായി താണലായി ഇനിയാരോ ഇവളോ. പാട്ട് പാടി ഇവനെ ഉറക്കി ഇപ്പോ അവനോടൊപ്പം ഈ പാട്ടുകൾ പാടുന്നു. ഐ ഫീൽ ഇറ്റ് ഇസ് വീണ്ടും ഒരു അനുഗ്രഹം. അവയെല്ലാം ദാസേട്ടൻ പാടിയത് നന്നായി. സത്യം. സ്നേഹ, ഞാൻ പെട്ടെന്ന് ഈ പിലാറ്റിസിലേക്ക് തിരിച്ചു വരികയാണ് കേട്ടോ. ഭയങ്കര ഇപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ് സംഭവമാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഫിറ്റ്നസ് പ്രോഗ്രാം നമ്മൾ ചെയ്യണം എന്നാണ്. ഡോക്ടേഴ്സ് ആണെങ്കിലും ഒന്നിലെ കാർഡിയോ മാത്രം പോരാ, മസിൽ സ്ട്രെങ്തനിങ് വേണം. ഇതിനേക്കാളൊക്കെ ഉപരി മെൻ്റൽ ഹെൽത്താണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു വലിയ ഇഷ്യൂ. ഡിപ്രഷൻ, ഒരുപാട് പേരുകളിൽ അന്ന് ഡിപ്രഷൻ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, ഡിപ്രഷൻ എന്ന് വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ. സോ ഇപ്പം ഈ ഫിറ്റ്നസ് ഭാഗമായിട്ട് തന്നെ നമുക്കിപ്പോൾ ജിമ്മിൽ പോയാൽ എനിക്ക് തോന്നില്ല, ഐ ആം നോട്ട് എ ജിം പേഴ്സൺ. എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന വലിയ മ്യൂസിക്കും ഹെവി മ്യൂസിക്കും ആ ഒരു പേസ് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. കുറച്ചുകൂടെ റിലാക്സേഷന് വേണ്ടി ഞാൻ യോഗയാണ് ചൂസ് ചെയ്യുന്നത്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു നോ ദാറ്റ് ഇഫ് സംബഡി ഈസ് കമ്മിങ് ടു യുവർ സ്റ്റുഡിയോ സെറീനിറ്റി അല്ലേ, അവിടെ വരുമ്പോൾ തന്നെ സെറീനിറ്റിയിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ആ പേരിൽ തന്നെ ഉണ്ടല്ലോ സെറീൻ, സ്ട്രെസ് എത്രത്തോളം മാനേജ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒരു പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? വൺ മോർ ക്വസ്റ്റ്യൻ, വരുന്ന ആളെ കാണുമ്പോൾ തന്നെ സ്നേഹയ്ക്ക് ഫസ്റ്റ് അതിൽ തന്നെ ഫസ്റ്റ് അപ്പിയറൻസിൽ തന്നെ ഷീ സ്ട്രെസ്ഡ് ഓർ ഹീ ഈസ് സ്ട്രെസ്ഡ്, സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെയും കൂടെ റിക്വയർമെൻറ്റ് ഉണ്ട് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ, മനസ്സിലാവാറുണ്ടോ? അതെ അതെ അതെ. എനിക്ക് ചില ആൾക്കാർ കയറി വരുമ്പോൾ തന്നെ അത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് തന്നെയായിരിക്കും. പക്ഷെ അവർക്കും അവരുടെ ജീവിത ബിസി സ്കെഡ്യൂൾ കാരണം അവർക്ക് ചിലപ്പോൾ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അവര് വരുമ്പോഴും ആദ്യമേ പറയും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ ആദ്യമാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു രീതിയിൽ ഞാൻ പറയുന്നത് റിലാക്സ് ചെയ്തോളൂ. ഇത് ഒരു തരത്തിലുള്ള ജഡ്ജ്മെന്റ് ഇല്ലാത്തൊരു സ്പേസ് ആണ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ സെറനിറ്റി എന്നുള്ള പേരിൽ തന്നെ ഒരു കാംനെസ് ഉള്ളത് ഞാനത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ അവിടെ വന്നിട്ട് സ്ട്രെസ്സായി ഒത്തിരി ടെസ്റ്റോസ്റ്ററോൺ ഉള്ള ഒരു സ്ഥലമായിരിക്കും ജനറലി ജിംസും എല്ലാം. ഒത്തിരി ആൾക്കാർ കമ്പാറ്റിറ്റീവ് ആയിട്ട് പോകുന്നത്. ബട്ട് ഫീമെയിൽസ് ആണെങ്കിൽ എപ്പോഴും ഒരു 28 ഡേ സൈക്കിളിലാണ്, ആണുങ്ങൾ ഒരു 24 hour സൈക്കിളിലാണ് അവരുടെ എനർജി അപ്പ് ആൻഡ് ഡൗൺ ആവുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല ട്രെയിൻ ചെയ്യേണ്ടത്. നമ്മുടെ ശരീരത്തിനെ അത്രയും സ്ട്രെസ് ആക്കിയിട്ടല്ല, വളരെ കാമാക്കി മൈൻഡ് വെച്ചിട്ട് വേണം നമ്മൾ ട്രെയിൻ ചെയ്യിക്കാൻ. ആദ്യമേ നമ്മൾ അവരോട് കീ എലമെൻസും ഒരു ജനറൽ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അവരുടെ എല്ലാ ടെൻഷനും വറിയും ആദ്യം മാറ്റും. പിന്നെ ഹാപ്പി ഹോർമോൺസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, എൻഡോർഫിൻസ്, അതെപ്പോഴും എക്സസൈസിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർ പറയും, ഇപ്പോൾ ഒരു 18 hours 12 hours ഒക്കെ OT നിൽക്കുന്ന ഡോക്ടേഴ്സ് വന്നിട്ട് അവർ ആദ്യം വരുന്നത് സെഷൻ ചെയ്യാനാണ്. സെഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പറയും now I feel relaxed, now I feel relaxed, now I can go home and be peaceful. എന്നിട്ടാണ് അവർ അവരുടെ ദിവസം എൻജോയ് ചെയ്യുന്നത്. ആ സ്ട്രെസ് എല്ലാം മാറ്റി ഒരു നല്ല എക്സസൈസ് സെഷൻ കാമിങ് അറ്റ്മോസ്ഫിയറിൽ ചെയ്യണം. അപ്പോൾ എൻ്റെ അമ്മയെ പോലുള്ള ആൾക്കാരാണെങ്കിൽ പോലും കൺവെൻഷനലി പോകുന്ന വർക്ക്ഔട്ട് സ്റ്റുഡിയോസിലും ജിംസിലും പോകാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അവർക്ക് ആ അത്രയും സ്ട്രെസ്ഫുൾ അറ്റ്മോസ്ഫിയർ വേണ്ട. എന്നോട് ചില ആൾക്കാർ വന്ന് ചോദിക്കും, സ്നേഹ ഇവിടെ വെയിറ്റ് ചെക്ക് ചെയ്യാൻ ഇത് ചെയ്യുമോ, കോൺസ്റ്റന്റ്ലി പ്രഷർ ചെയ്യുമോ, എനിക്ക് അതൊന്നും വേണ്ട. അപ്പൊ ഞാൻ അവരോട് പറയും, നിങ്ങൾക്ക് എന്ത് വേണോ, നിങ്ങളുടെ ഗോൾ എന്താണോ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യും.
അപ്പൊ അത്രയും കാമായിട്ടാണ് സെറനിറ്റിയിൽ നമ്മൾ ഓരോ ക്ലയന്റിനെ അവരുടെ ഗോൾ അനുസരിച്ചാണ് അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വന്നിട്ട് പോകുമ്പോൾ ഓക്കെ ഒരു സമാധാനമുണ്ട്, എക്സസൈസ് ചെയ്യുകയും ചെയ്തു എന്നാൽ നമ്മൾ ഓവറായിട്ട് സ്ട്രെസ്ഡും ആയില്ല, ആൻഡ് ദേ ഫീൽ എനർജൈസ്ഡ് ആഫ്റ്റർ ദ സെഷൻ. അല്ലാതെ ഡ്രെയിൻഡ് ഔട്ട് അല്ല, എപ്പോഴും എനർജൈസ്ഡ് ആയിരിക്കും. ആൻഡ് ഫോർ 24 hours അവർക്ക് ആ കോറും എല്ലാം പിടിക്കുന്നുണ്ടാവും. അവർ അടുത്ത ദിവസം എന്നെ ഓർക്കും. ചില ആൾക്കാർ 48 hours എന്നെ ഓർക്കും. എന്റെ വീട്ടിൽ ചെന്നിട്ട് മെസ്സേജ് അയക്കും, ഇന്നും ഞാൻ സ്നേഹം ഓർക്കുന്നു, അല്ലെങ്കിൽ ആ സെഷൻ എനിക്ക് ശരിക്കും പിടിക്കുന്നുണ്ട്. അപ്പൊ ഒരു 24 to 48 hours they'll think of us. വന്നപ്പോ സെറീനായിരുന്നു, ഇപ്പൊ കുറച്ച് സ്ട്രെസ്ഡ് ആണ്. സ്ട്രെസ്ഡ് അല്ലെങ്കിലും ആ ഒരു സ്വീറ്റ് സെൻസ് ഓഫ് സോർനെസ് ഉണ്ടല്ലോ, നമുക്ക് എൻജോയ് ചെയ്യുന്ന ഒരു നല്ലൊരു ഫീൽ വരും. പിന്നെ ബേസിക്കലി നമ്മൾ ചെയ്ത് എൻജോയ് ചെയ്ത് തുടങ്ങും. നമുക്കത് ഇഫക്റ്റ് വരുന്നു എന്ന് അറിയുമ്പോൾ എന്തോ ഞാൻ ബെറ്റർ ആയി, എന്തോ അക്കോംപ്ലിഷ് ചെയ്തു എന്നുള്ള ഒരു ഫീലിംഗ് ആൾക്കാർക്ക് എപ്പോഴും സെഷൻ കഴിഞ്ഞിട്ട് തോന്നാറുണ്ട്. കാരണം അവരുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനാണ് കൂടുതൽ ശ്രമിക്കാറ്, ആൻഡ് അവരുടെ പോസ്ചറും എല്ലാം. ഒത്തിരി പേര് നമ്മുടെ 60+ ആയിട്ടുള്ള ക്ലയൻസ് വന്നിട്ട് വിത്തിൻ 4 to 5 സെഷൻസ് അവർക്ക് അവരുടെ പോസ്ചർ ഒത്തിരി ബെറ്റർ ആക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് അവര് തന്നെ എന്നോട് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് എയിംസ് ഉണ്ട് എനിക്ക്. ഓരോ ക്ലയന്റ് വരുമ്പോഴും അവർക്ക് ഇന്ന കാര്യങ്ങൾ അവർക്ക് നമ്മളൊരു ഫുൾ അസസ്മെന്റ്, ക്ലയന്റ് അസസ്മെന്റ് നടത്തിയിട്ടാണ് ഓരോ സെഷൻസിലും അവരെ കേൾക്കുന്നത്. കസ്റ്റമൈസ് ചെയ്തിട്ട് കീ എലമെന്റ്സ് എല്ലാം അവരെ ആദ്യമേ പറഞ്ഞു കൊടുത്ത് പിന്നെയും റീഇറ്ററേറ്റ് ചെയ്യും നമ്മൾ ഈ കീ എലമെന്റ്സ് തന്നെ. വീട്ടിൽ ചെല്ലുമ്പോഴും ഹോംവർക്കും ചിലപ്പോൾ കൊടുക്കും. വീട്ടിൽ ചെല്ലുമ്പോ ഇത് നോട്ടീസ് ചെയ്യണം, ഈ കാര്യം നോട്ടീസ് ചെയ്യണം, കാല് വെച്ചിരിക്കുമ്പോ ഇങ്ങനെ ഇരിക്കണം, അതൊക്കെ നമ്മൾ കൊടുക്കും. കുറെ ആൾക്കാർ അത് ചെയ്യുന്നോണ്ട് അവർക്ക് തന്നെ ഒരു ഇംപ്രൂവ്മെന്റ്. ഇറ്റ്സ് ലൈക്ക് പേഴ്സണൽ ട്രെയിനിങ് അല്ലേ, വെരി പേഴ്സണൽ, 1-to-1 സെഷൻസ്. സോ യു നീഡ് ടു ഗിവ് ദം അപ്പോയിന്റ്മെന്റ്, അങ്ങനെയാണോ? സോ സ്മോൾ ഗ്രൂപ്പ്സ് ആണ്. അപ്പൊ നമുക്ക് മാക്സിമം ഓഫ് 4 people ഇൻ എ ക്ലാസ് ഉണ്ട്. പേഴ്സണൽ ട്രെയിനിങ് ആസ് എൻ ഓപ്ഷനും ഉണ്ട്. അപ്പൊ ചില ആൾക്കാർക്ക് എയിൽമെന്റ്സ് ഉണ്ട്, ചില ഇഷ്യൂസ് ഉള്ള ആൾക്കാർ വരുമ്പോൾ നമ്മൾ അവർക്ക് പേഴ്സണൽ ട്രെയിനിങ് സജസ്റ്റ് ചെയ്യും. അങ്ങനെ പ്രത്യേകിച്ച് എക്സ്ട്രീം ഇഷ്യൂസ് ഇല്ല, ബട്ട് ജനറൽ വീക്ക്നെസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് ഗ്രൂപ്പ് ക്ലാസ്സിൽ ഇട്ടാലും ബിഗിനർ ഫ്രണ്ട്ലി, ഇന്റർമീഡിയറ്റ് ഫ്രണ്ട്ലി, അഡ്വാൻസ് ഫ്രണ്ട്ലി, അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സിലാണ് നമ്മൾ ഇടുന്നത്. എന്നിട്ട് അവരുടെ എനർജി ലെവൽ അനുസരിച്ച് ചെറിയൊരു ഗ്രൂപ്പ് ആവുമ്പോൾ അവർക്ക് ഒരു 3 to 4 people, അപ്പൊ അവർക്ക് ഒരു ആൾക്കാരുണ്ട് മിങ്കിൾ ചെയ്യാനുണ്ട്, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് ദേർസ് ഓൾവേസ് എ ട്രെയിനർ. ഒരു ട്രെയിനറാണ് ഫുൾ എക്സസൈസിൽ ഗൈഡ് ചെയ്യുന്നത്. അപ്പോ അവർക്ക് ഒരിക്കലും തന്നെയാവണം അല്ലെങ്കിൽ അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും വരില്ല. ആ ഒരു ഹാൻഡ് ഹോൾഡിങ് എപ്പോഴും ഉണ്ടാവും. ഇതൊരു വാസ്റ്റ് ഏരിയ ആണല്ലേ വേണുവേട്ടാ, ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വെരി ഇൻഫോർമേറ്റീവ്. ഞാനും അമ്മയും we've been regular for 3 months, so I can see personal improvements. ഇപ്പൊ എന്ത് ഡിഫറൻസ് ആണ്? എന്റെ ബോഡി സ്ട്രക്ചർ ലീൻ ആയി തുടങ്ങി. ഓ, അപ്പം ശരിക്കും വെയിറ്റ് റെഡ്യൂസും കൂടെ നടക്കും അല്ലേ? അതല്ല, സ്ട്രെങ്ത് ഇൻക്രീസ് ആയി, എന്റെ മസിൽസ് ലീൻ ആയി. കഴുത്ത് അതിന്റെ ഒരു എക്സസൈസ് അറിയില്ല, ഇതൊരു ഫുഡ് വരുമ്പോൾ അതൊക്കെ എക്സസൈസ് ആണോ? മനസ്സിലായില്ല, തമാശ മനസ്സിലായില്ല. അയ്യോ, തമാശയായിരുന്നോ? ഇതിനൊക്കെ ചിരിച്ചു കൊടുക്കണം ഇടയ്ക്ക്. പഴയൊരു ജോക്കാണ്. ഏറ്റവും ഹ്യൂമർ സെൻസും ഹ്യൂമറും ഇപ്പോഴും വേണുമായിട്ടും തന്നെയാണ്. അരവിന്ദൻ എവിടെയെങ്കിലും അതിന്റെ കുറച്ച് പൊതുവെ ചിരിക്കോ? പെട്ടെന്ന് കേട്ടിട്ട് ചിരിക്കോ? ചിരിക്കുകയൊക്കെ ചെയ്യും, വർത്തമാനം അങ്ങനെ അധികം പറയില്ല. പക്ഷെ അതിന് പകരം സ്നേഹം മാക്സിമം അല്ലേ? എസ്പെഷ്യലി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയതുകൊണ്ട് എനിക്കാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളൊരു ഓണം സ്പെഷ്യൽ ആണെങ്കിലും മോർ ഓഫ് ആ ഒരു ഹെൽത്തിന്റെ കേട്ട് തുടങ്ങിയിട്ട് ഐ ഫീൽ ലൈക്ക് ടു ആസ്ക്, ഞാൻ ഇൻസ്പയർഡ്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ സുംബ ഉണ്ട്, പിന്നെ ജിം ഉണ്ട്, കാർഡിയോ, കുറെ ടെർമിനോളജീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യമല്ലേ ആൾക്കാർ ആ ഒരു ഫീൽഡില് അഡിക്ഷൻ വരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അഡിക്ഷൻ ഫിറ്റ്നസിലോട്ട് അഡിക്ഷൻ വരണം. അതെ, എല്ലാത്തിനും ഏറ്റവും നല്ല ഫോം ഓഫ് അഡിക്ഷൻ ഇതാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് അതിൽ നിന്ന് ഗുണമല്ലേ ഉണ്ടാവുന്നുള്ളൂ. അതെ, ഇപ്പം വേണുട്ടൻ പറഞ്ഞ പോലെ സ്ട്രെസ് റിലീസ് ചെയ്യാന്നുള്ളതും കൂടി ഉണ്ടല്ലോ ഇതിനകത്ത്. ഈ സെറീനിറ്റിയില് നമ്മുടെ അരവിന്ദന്റെ പാർട്ട് എന്താണ്? മ്യൂസിക് പ്ലേ ചെയ്യുന്ന മ്യൂസിക്കിൽ പ്ലേലിസ്റ്റിൽ എന്തെങ്കിലും പാർട്ട് ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് നമ്മൾ പ്ലേലിസ്റ്റിലെ പാട്ടുകൾ. ഓരോ എല്ലാ നഗുമ്പോ വരെ ആണല്ലേ? ഓ, നമ്മൾ ഓരോ മൂഡ് അനുസരിച്ച് പ്ലേലിസ്റ്റ് ഇങ്ങനെ മാറ്റാറുണ്ട്. ആൻഡ് അരവിന്ദ് എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് തരുന്ന ഒരാളാണ് എല്ലാ കാര്യത്തിനും. സോ ഇപ്പൊ അങ്ങനത്തെ ഒരു വളരെ നല്ല ക്വാളിറ്റി ഹി ഹാസ്. ഇപ്പൊ എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഹിസ് നീഡ്സ് സൈഡിൽ വെച്ചിട്ട്, അതെ,
ഫ്ലൈറ്റിൽ വെച്ചിട്ട് എന്നെ എന്നെ പോലെ. priority. അത് തന്നെ ഞാൻ അത് ഇങ്ങനെ മനസ്സിലത് സ്നേഹയുടെ ഇന്റർഫിയർ ചെയ്യാനിട്ടാണ് വേണുവേട്ടൻ്റെ പോലെ തന്നെ. രശ്മിച്ചി അത് പറയേണ്ട ആള് വേറെയാ. അതെ ആ രശ്മിച്ചി നീഡ്സും കൂടെ എന്റെ തലയിലാവുമല്ലോ പേടിയാ അവിടെ. വേണുവേട്ടനെല്ലാം ചോദിച്ചു വാങ്ങല്ലേ വേണുവേട്ട. ഇരിക്കട്ടത്. അതെ ആവശ്യക്കാരന് ഔചിത്യമില്ല. എക്സാക്ട്ലി. കരയുന്ന കുഞ്ഞിനെ പാല്. പാലില്ല, ഇത് അടുത്ത ചൊല്ല് അത് തന്നെ. സോ അതുകൊണ്ട് എനിക്ക് ഫുൾ സപ്പോർട്ട് ഫ്രം ഡേ വൺ. ആക്ച്വലി ഞാൻ ഈ പേര് തന്നെ for 3 years he's been telling me സെറനിറ്റി എപ്പോഴാ ചെയ്യുന്നത്, അതാണ് നല്ല ഐഡിയ, അത് നീ ചെയ്യണം, അത് നീ ഫസ്റ്റ് ടൈം ചെയ്യണം. പറഞ്ഞപ്പോൾ ഐ ന്യൂ ദാറ്റ് ദിസ് വാസ് എനിക്ക് ആക്ച്വലി കോൺഫിഡൻസ് ഇല്ലായിരുന്ന ടൈമിൽ കൂടെ he was the one who gave me that confidence. അതെപ്പോഴും അതും പേര് കറക്റ്റ് അത് തന്നെ പറയുമായിരുന്നു. He would say that name repeatedly. പിന്നെ എനിക്ക് തന്നെ അത് മനസ്സിലത് സോളിഡിഫൈ ആയി. അങ്ങനെ എനിക്ക് അതിനെ ഒരു കോൺഫിഡൻസ് കിട്ടിയ. പിന്നെ ഇപ്പം മുതൽ ആദ്യം മുതൽ ഇപ്പൊ വരെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ എവിടെയെങ്കിലും എനിക്ക് ഒരു റോഡ് ബ്ലോക്ക് വന്നാൽ ഐ ഓൾവേസ് ആസ്ക് ഹിം വാട്ട് ക്യാൻ ഐ ഡു നെക്സ്റ്റ്. എന്തെങ്കിലും ഒരു അഡ്വൈസ്, ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് നമുക്ക് ചിലപ്പോൾ വേണ്ടി വരും ഒരു ബിസിനസ് ഫുൾ ആയിട്ട് റൺ ചെയ്യുമ്പോൾ. അത് എപ്പോഴും ഹീസ് ദേർ ആസ് എ വെരി സ്ട്രോങ് സപ്പോർട്ട്. So that's again another best compliment. very big quality, നല്ല ക്വാളിറ്റിയാണ്. വേണുവേട്ടൻ, നമുക്കിനി വേണുവേട്ടൻ്റെ ഒരു പാട്ട് കേട്ടാലോ? എനിക്ക് പ്രിയപ്പെട്ട ഒരു പാട്ടാണ് താനേ പൂവിട്ട മോഹം. ആയിക്കോട്ടെ, ഞങ്ങള് അലക്കാം. രണ്ടുപേരും കൂടെ. ഓമൽ കിനാവുകളെല്ലാം കാലം നുള്ളിയെറിഞ്ഞപ്പോൾ ദൂരെ നിന്നും തെന്നൽ ഒരു ശോകനിശ്വാസമായി. ഓമൽ കിനാവുകളെല്ലാം കാലം നുള്ളിയെറിഞ്ഞപ്പോൾ ദൂരെ നിന്നും തെന്നൽ ഒരു ശോകനിശ്വാസമായി. തളിർ ചൂടുന്ന ജീവന്റെ ചില്ലയിലെ രാക്കിളി പാടാത്ത യാമങ്ങളിൽ ആരോ വന്നെൻ കാതിൽ ചൊല്ലി തേങ്ങും നിന്റെ മൊഴി. താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്തനൊമ്പരവുമായി. വേണുവേട്ടാ, വേണുവേട്ടൻ്റെ ഒരു ഫിൽമോഗ്രാഫി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഞാനിപ്പം ഒന്ന് ഓർത്തെടുത്തപ്പോഴേ 1986 വേണുവേട്ടൻ സ്റ്റാർട്ട് ചെയ്തത് 84 ഫസ്റ്റ് സോങ് വാസ് ഓടരുതമ്മാവ ആളറിയാം. 4 വരി. ഓക്കെ. അതിനുശേഷം പിന്നെ അത് കഴിഞ്ഞ് 4 നിന്ന് 8 വരി. 8 വരി. പിന്നെ ഇംപ്രൂവ്മെന്റ്. ഓക്കെ. ഒരു സോളോ, ഒരു ഡ്യുവറ്റ്. പൊന്നും തിങ്കൾ പോറ്റുമാനെ, ഒന്നാം രാഗം അല്ലേ, താനേ പൂവിട്ട മോഹം, മായാമഞ്ചൽ, ഇങ്ങനെ ലിസ്റ്റ് ഓഫ് സോങ്സ്. എവറി ഇയർ എല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ടല്ലേ രശ്മിയേച്ചി പോയിക്കൊണ്ടിരുന്നല്ലേ അല്ലേ? അപ്പൊ ഓരോ വർഷവും വേണുവേട്ടൻ പാടുന്നതെല്ലാം ഹിറ്റ്സ് അല്ലേ? അതൊരു വലിയൊരു ഗോൾഡൻ ടൈം ആയിരുന്നു വേണുവേട്ട. അത് വേണുവേട്ടൻ്റെ ഒരു എല്ലാ ജനറേഷനും വേണ്ടി വേണുവേട്ടൻ പാടി ഇങ്ങനെ പോവാണ്. അന്നത്തെ ഒരു യുഗമല്ല, അന്നത്തെ ഒരു സമയമല്ല ഇന്ന് നമ്മളൊക്കെ ഇപ്പം അന്ന് നോക്കുമ്പോൾ ഈ കലോത്സവങ്ങള്, കോമ്പറ്റീഷൻസ് എന്ന് പറയുന്നതെല്ലാം ഇപ്പൊ നടക്കുന്നത് ഇൻസ്റ്റഗ്രാം ഓർ ഫേസ്ബുക്ക്, അതാണ് പ്ലാറ്റ്ഫോം അല്ലെ? സോഷ്യൽ മീഡിയ ഇപ്പൊ ഒരു സ്റ്റേജ് ആണ്. അന്ന് സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ ഡിഫറെന്റ് സെനാരിയോ. അപ്പം വേണുവേട്ടന് അന്ന് ആ ഒരു പ്ലേ ബാക്ക് സിംഗ് ഇപ്പൊ പറഞ്ഞ പോലെ ലൈൻ അല്ലെ, 4 വരി എന്ന് പറഞ്ഞ പോലെ, ഇന്ന് ആ 4 വരി ഓരോ ലൈനും പകുതി ലൈനും ഒക്കെ പഞ്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു കണ്ടിന്യൂറ്റിയുടെ റെക്കോർഡിങ് വരുമ്പോൾ ടോട്ടാലിറ്റി ഇമോഷൻസും. ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക് യു, ഒരു സിംഗിങ് അത് എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സ്റ്റുഡിയോയിൽ നമ്മൾ പാടുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇമോഷൻസ് കട്ടാവുമല്ലേ ബേസിക്കലി? ആണ്. അല്ലേ? ഇപ്പോ അതേ രക്ഷയുള്ളൂ. എല്ലാവരും അങ്ങനെയാണ്. ആ ഒരു പഴയ ഒരു ഫാക്കൽറ്റി അത് പോയി. ഇപ്പം
അപ്പം എല്ലാം പാർട്ട് ആൻഡ് പാഴ്സൽ, പീസ് ബൈ പീസ്. അതാണ്. പക്ഷെ പാടുമ്പോൾ കിട്ടുന്ന ആ ഒരു ടോട്ടൽ ഫീല്, അതെ, ദാറ്റ് ഈസ് ഡിഫറെന്റ്, റൈറ്റ്? വളരെ വെരി മച്ച്. അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ ഇന്നത്തെ പാട്ടുകളിൽ? ആ ഫീല് മിസ്സിങ് ആവുന്നുണ്ടെന്ന് വേണം ഇങ്ങനെ അല്ല, കേൾക്കുമ്പോൾ. ഇന്ന് ഫിലിം, അതിന് വേണ്ട പാട്ട്, അത് തന്നെ മാറിയില്ലേ? ഇറ്റ് ഈസ് ടോട്ടലി ചേഞ്ച്ഡ് അല്ലേ? ആ ഒരു പഴയ ഒരു രചന അല്ലെങ്കിൽ രാഗം രാഗം ബേസ്ഡ് മ്യൂസിക് അതൊന്നുമല്ല. ഇന്ന് രാഗമൊന്നുമില്ല. വേറൊരു കോൺസെപ്റ്റ്. അതെ. ബട്ട് വെരി 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 ടാലൻറ്റഡ് മ്യൂസിഷ്യൻസ്, അത് പറയാതെ നിവൃത്തിയില്ല. പാട്ടുകാർ, കമ്പോസേഴ്സ്, എല്ലാവരും. ഇപ്പം നമ്മൾ മലയാളം സോങ്സ് ഒത്തിരി പ്ലേ ബാക്ക് സിംഗിങ് ചെയ്തു. അത് കൂടാണ്ട് കന്നഡയിൽ ഒത്തിരി എനിക്ക് തോന്നുന്നു 10 million വ്യൂസ് ഒക്കെ വന്ന ഒരു സോങ് ഉണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊനൗൺസ് ദ സോങ്. ഇറ്റ് വാസ് എ മൂവി കോൾഡ് മൺസൂൺ രാഗ എന്നായിരുന്നു. നഗമോ റിലീസ് ആയിട്ട് ആ പാട്ട് കേട്ടിട്ടാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത് പാടാൻ വേണ്ടിയിട്ട്. മൺസൂൺ രാഗ എന്ന സിനിമയിൽ അനൂപ് സീലൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, മ്യൂസിക് കമ്പോസർ. അപ്പൊ എന്നെ പാടാൻ ആക്ച്വലി ഒരു പാട്ട് പാടാനാണ് വിളിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്റെ വോയിസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ആ സിനിമയിൽ 3 പാട്ട് പാടി. രണ്ട് ദിവസം കൊണ്ട് 3 പാട്ട് പാടിയിട്ടാണ് തിരിച്ചു വന്നത്. എനിക്ക് ഭയങ്കര ആൻഡ് കുറച്ച് വെരി ഓൾഡ് സ്കൂൾ റെക്കോർഡിങ്. അത് മറ്റേ ഫുൾ അല്ലെങ്കിലും ഒരു പല്ലവി ഫുൾ പാടണമായിരുന്നു. ദാറ്റ് വാസ് ഹിസ് സ്റ്റൈൽ ഓഫ് ടേക്കിംഗ് വാസ് ദാറ്റ്. അപ്പോൾ ഒരു പല്ലവി ഫുൾ എടുത്തിട്ടേ ബ്രേക്ക് ചെയ്യുള്ളൂ. അപ്പൊ അത് ശരിയല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈൻ ശരിയില്ലെങ്കിൽ അതുകൊണ്ട് ഫുൾ ഒന്നും കൂടെ ഫുൾ പല്ലവി എടുക്കും. അങ്ങനെ പുള്ളി എടുത്തോണ്ട് വെരി ഓൾഡ്. എങ്ങനെ തോന്നുന്നു ആ ഒരു സ്റ്റൈൽ ഓഫ് റെക്കോർഡിങ്ങും ഇപ്പോൾ ഉള്ള ഈ ഒരു പഞ്ച് ചെയ്തിട്ടുള്ള റെക്കോർഡിങ്ങും? You felt like our emotion. More or less I took the same amount of time to record. ഇപ്പൊ ഞാൻ നോർമലി എടുക്കുന്ന സമയം തന്നെയാണ് അതിനും എടുത്തിട്ടുണ്ടായിരുന്നത്. വലിയ വ്യത്യാസം പാടുമ്പോഴുള്ള ആ ഒരു ഇമോഷൻ കുറച്ചും കൂടെ മേ ബി കണക്റ്റഡ് ആയിരിക്കും. ടെക്നോളജിക്കൽ പരിധി ഉണ്ടല്ലോ ഫീൽ കൊണ്ടുവരാൻ. What I feel is it's എനിക്ക് തോന്നുന്നു കൂടുതലും ഒന്നാമതേ പെർഫെക്റ്റ് സിംഗിങ് കുറച്ച് വരെയാണ്. പണ്ടത്തെ ആൾക്കാർ സിൻസ് ദേ ഹാവ് ടു പെർഫെക്റ്റ് സിംഗേഴ്സിന് മാത്രമേ വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുള്ളൂ. And they have to sing the whole song perfectly in one single take. ഇപ്പോ അത് കുറവാണ്. കാരണം ദർ ഇസ് മോർ ഓപ്പർച്യൂണിറ്റി ഫോർ പീപ്പിൾ ഒറ്റ ലൈൻ ഒറ്റ വേർഡ് കട്ട് ചെയ്ത് വെക്കാൻ പറ്റും. സോ പെർഫെക്റ്റ് സിംഗിങ് കുറച്ച് കുറഞ്ഞു. ഇല്ല എന്നല്ല, ഇഷ്ടം പോലെ സിംഗേഴ്സ് ഉണ്ട് ഹു കൻ സിംഗ് വെരി പെർഫെക്റ്റ്ലി. ഇറ്റ്സ് ബിക്കം ലെസ് പേഴ്സണൽ. കാരണം ഇവരൊരു സ്റ്റുഡിയോയിൽ പോകുമ്പോൾ അവിടെ കമ്പോസർ തൊട്ട് ലിറിസിസ്റ്റ് വെച്ച് ഓർക്കസ്ട്ര ഫുൾ ഉണ്ട്. എല്ലാവരുടെയും ഫാമിലി വരും. സോ അച്ഛനും ഒരു റെക്കോർഡിങ് ആരൊക്കെ എനിക്കിപ്പോ എന്റെ കൂടെ പാടുന്ന ആരാണ് റിലീസിന് തലേ ദിവസമായിരിക്കും എനിക്ക് അറിയാവുന്നത്. സോ ഇറ്റ്സ് ലെസ് പേഴ്സണൽ. മോർ ടൈം ടേക്കിങ്ങും എല്ലാം ഇപ്പൊ ഫാസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡ് പോലെ എല്ലാം. Can you sing those lines for us? In Kannada? ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്തത് വാസ് ഫോർ എ ബിറ്റ് സോങ്. ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വരുന്നതായിട്ട് ഒരു സോങ് ആണ്. ഇറ്റ്സ് കോൾഡ് ജഗമഗിസോ സഖി. ജഗമഗിസോ സഖി സിഹി ഗമനാ സുഖി മധുരഗാന ചതുരേ മൗന ദിനവോ അരളുവഹോ ജഗമഗിസോ സഖി സിഹി ഗമനാ സുഖി. ഇത് സ്നേഹ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്? അല്ല, യു നോ ഇറ്റ് അല്ലേ? പിന്നെ ഒത്തിരി കേൾക്കാറുണ്ട് ഈ പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇല്ല, ഞാൻ അവിടെ 2 വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ സാധനം ഇല്ല. അത് ഫോർ എ സോങ് ഇത് കുറച്ച് പോയിറ്റിക് കന്നഡയാണ്. അപ്പോൾ എനിക്ക് അറിയാവുന്ന ലാംഗ്വേജ് അല്ലായിരുന്നു. അപ്പൊ ഇത് മ്യൂസിക് കമ്പോസറിന് അദ്ദേഹത്തിന് കന്നഡ നന്നായിട്ട് അറിയായിരുന്നു. അപ്പൊ ഞാൻ എഴുതുമ്പോൾ തന്നെ ലിറിക്സിന്റെ അർത്ഥം കൂടെ താഴെ എഴുതും. അപ്പൊ എന്നിട്ടാ പാട്. കമ്മിങ് ബാക്ക് ടു ഓണം മെമ്മറീസ്. ഇതൊരു ഓണം ഒക്കേഷൻ ആണല്ലോ നമ്മൾ പ്ലാൻ ചെയ്തത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്ത്. സ്നേഹയെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അറ്റയറിൽ കാണുന്നത്. ഞങ്ങളും ആണോ? ഫസ്റ്റ് ടൈമാണ്. അല്ല, വീട്ടിൽ വന്ന് സെറ്റ്. പക്ഷെ ഓണത്തിന്റെ ഫസ്റ്റ് ഈ ഒരു വർഷത്തിന്റെ ഏറ്റവും പ്രധാനം ഒരു മോള് കൂടി വന്നു. അതാണ്
ഈ വർഷം. ഓക്കെ. അമ്മുവായിട്ട് എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും? Very very, friendly. വളരെ very close. വളരെ ഫണ്ണാണ്. ആണല്ലേ? എപ്പോ അമ്മ ഇവിടെ ഉണ്ടെങ്കിലും വി ഹാവ് എ ബ്ലാസ്റ്റ്. നമ്മൾ എന്ത് ചെയ്താലും ഒരുമിച്ച് പോകും. അവൾക്കും ഞങ്ങളുടെ കൂടെ ഹാങ് ഔട്ട് ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ വന്നാൽ ഞങ്ങളല്ല ഇവരുടെ ജനറേഷൻ ഗ്യാപ്പ് അല്ലേ? എനിക്കൊരു അനിയത്തിയുണ്ട്. ഓ, 4 പേര് okay. ഒരുമിച്ചാണെങ്കിൽ നല്ല രസമായി. ഓക്കെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ 4 പേർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ Group എല്ലാ ഉണ്ട്. മീംസും ട്രോൾസും അതിലേക്ക് ആദ്യം പോവാ. അതിനകത്ത് എപ്പോഴും പോവാ. എന്നിട്ട് വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, സാസ എന്ന് പറയും. സാസ. സാസ. അവര് ഞാൻ എസ്, എന്റെ അനിയത്തി എസ്, ഇവർ രണ്ടുപേര് എ. അപ്പൊ സാസ. സാസ. wow. ഇതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് വീട്ടിൽ നിന്നും. അത് കല്യാണ സമയത്ത് അവര് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ അവരെല്ലാം ഗ്രൂപ്പ്. ഐ മീൻ സിസ്റ്റേഴ്സ് ആണ് എല്ലാം. Plan ചെയ്തത്. അതെ, നമ്മുടെ Point of first. ആങ്കറിങ്ങും MC എല്ലാം കുറെ That is very surprising. അല്ലെ ഇവര് they have never met actually ശ്രേയ and അമ്മു. പക്ഷെ ഭയങ്കര ഒരു അടുപ്പായി. പെട്ടെന്ന് ജെല്ലായി അല്ലേ? രണ്ടുപേരും ഭയങ്കര ഈസി ടു മിങ്കിൾ വിത്ത്. രണ്ടുപേരും അതേപോലെയായിരുന്നു. വെരി നൈസ്. നാച്ചുറൽ ആയിട്ട് തന്നെ ഫ്രണ്ട്സ് ആയി. അപ്പൊ രണ്ടും മോള് അല്ലെ അമ്മുന്റെ കൂടെ ആഡഡ് ആയി സ്നേഹ അല്ലേ? എനിവേസ് ബ്ലെസ്സിങ്. ഇതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. വന്ന് ചേരുന്ന ആളും കൂടെ പ്രത്യേകിച്ച് യു ആർ കമ്മിങ് ഫ്രം എ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലേ? എൻറ്റയർലി ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്. അതെ അതെ അതെ. പക്ഷെ ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. ബിക്കോസ് ഷീ സ്പീക്സ് ആ ഒരു ഒറിജിനൽ ഓത്തന്റിക് മലയാളം സംസാരിക്കുന്നു അല്ലേ? ഒരു നല്ലൊരു ട്രഡീഷണൽ കുട്ടിയാണോ എന്ന് ചോദിച്ചാൽ അത് ട്രഡീഷണൽ. that's a big help. ആന്റി ശാരദ അമ്മയും എല്ലാം മലയാളത്തിൽ Yes. പറയത്തുള്ളൂ. കുഞ്ഞിലെ മുതൽ മലയാളം. എന്നെ 2ാം ക്ലാസ്സിൽ ഞാൻ ഇവിടെ നാട്ടില് വെക്കേഷൻ വന്നപ്പം മോളിൽ എങ്ങനെയോ നമ്മുടെ വീട്ടില് വാടകയ്ക്ക് താമസിക്കുന്ന ആള് ഒരു മലയാളം ടീച്ചറായിരുന്നു. എന്നെ എന്റെ വെക്കേഷന് മോളിൽ വിട്ട് പറ ഞാൻ മലയാളം പഠിച്ചു. എങ്ങനെയാണോ അത് അന്ന് അതിന്റെ പേരിൽ ഒരു പക്ഷേ അല്ലേ എന്തോ You might have- അന്ന് ഖേദിച്ചു. പക്ഷെ അന്ന് ഇന്ന് ശരിക്കും ഞാൻ വിഷമിച്ചു. പക്ഷെ ആ ടീച്ചർ നല്ലായിരുന്നു. നല്ല ബ്ലോക്സിൽ ഇങ്ങനെ പറ അല്ലെ ഓരോ ബ്ലോക്ക് നമ്മളിങ്ങനെ കണക്ട് ചെയ്യണം. Pictorial. അതെ, ഭയങ്കര പിക്ടോറിയൽ വേ ഓഫ് ടീച്ചിങ് ആയിരുന്നു. ഒരു ahead of her time ഒരു teacher എലക്യൂഷൻ ആയിരുന്നു. അങ്ങനെയൊക്കെ മലയാളം എല്ലാം റെസിറ്റേഷൻ എല്ലാം മലയാളം പോയം റെസിറ്റേഷൻ, പദ്യപാരായണം, എലക്യൂഷൻ ഞാൻ എല്ലാം ചെയ്തിട്ടില്ല. കുഞ്ഞിലെ മുതലേ പങ്കെടുത്തിട്ടുണ്ട്. ഷീ ഈസ് ഓൾറൗണ്ടർ Yes. അല്ലേ? കലാത്തിലൊക്കെ വേണം. ആ അതല്ല. എല്ലാത്തിലും കൈവച്ചിട്ടുണ്ട്. അരവിന്ദ്, ഇപ്പൊ റീസെന്റ് നിങ്ങൾ രണ്ടുപേരും ഒരു സ്റ്റേജ് ഷെയർ ചെയ്തു. രണ്ടുപേട്ടിനെ വളരെ സർപ്രൈസ് ആയിട്ട് ഇൻവൈറ്റ് Yes. ചെയ്തു. അനന്ത അല്ലേ? Yes. ഒരു ന്യൂ കോൺസെപ്റ്റ്. അതെ. അപ്പം ഇനിയിപ്പോ അടുത്ത ഷോ വരുന്നത് സെപ്റ്റംബർ 6-ാം തീയതി സെപ്റ്റംബർ കൊച്ചിയില് 6. ചാവറ കൺവെൻഷൻ സെന്ററിലാണ്. Okay. എനിക്ക് വളരെ ഐ എം വെരി എക്സൈറ്റഡ് ഫോർ ദാറ്റ് ഷോ. കാരണം ഒന്നാമതേ ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം ദാറ്റ് ഞാൻ ആദ്യം പാടി തുടങ്ങിയപ്പോൾ പീപ്പിൾ യൂസ് ടു കമൻറ്റ് ചെയ്ത് ഫാസ്റ്റ് കുറച്ചും കൂടെ പാടണം, മറ്റേത് കുറച്ചും കൂടെ പാടണം. സോ ഐ യൂസ് ടു ബാക്കിയുള്ളവർക്ക് എന്താണ് ഇഷ്ടം എന്നനുസരിച്ചിട്ട് ഐ യൂസ് ടു ക്യൂറേറ്റ് സോങ്സ്. ദിസ് വാസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഐ കുഡ് പിക്ക് സോങ്സ്. എനിക്ക് നന്നായിട്ട് പാടാൻ പറ്റുന്ന പാട്ടുകളൊക്കെ ഐ കുഡ് ലിസ്റ്റ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ എ സിംഗർ അല്ലേ? എനിക്ക് പാടാൻ ആൻഡ് ചില പാട്ടുകൾ കേൾക്കാൻ ടഫ് സോങ്സ്, പക്ഷെ ഫോർ മീ ഇറ്റ് കംസ് ഈസിലി. പക്ഷെ അതേ സിംഗറിന്റെ വേറൊരു പാട്ട് എനിക്ക് മേ ബി അത്രയും നന്നായിട്ട് പാടാൻ പറ്റണമെന്നില്ല. പക്ഷെ ഐ കുഡ് സെലക്ട് ദീസ് സോങ്സ് which I can sing very well and I can present. And this is also a very exciting concept. കാരണം പാട്ട് മാത്രമല്ല, അനന്ത എന്നുള്ളൊരു പേരിൽ ദ ഷോ ഹാസ് എൻ്റെ മ്യൂസിക് ഉണ്ട്. ഞാനും ആൻഡ് മൈ ബാൻഡ് പെർഫോമിങ് ദ മ്യൂസിക്. മൂർത്തി ചേട്ടൻ മാജിക്, പ്രഹ്ലാദ് സാറാണ്, പ്രഹ്ലാദ് ആചാര്യാണ് എൻ്റെ ഷാഡോഗ്രഫി. His daughter and son, Pooja and Pratik, അവര് mentalism and shadow. Anish and Kishore dance and it's a whole package. ഒരു 2.5 മണിക്കൂറിന് entire package. Compare. Compare ആയിട്ട്. So I got to watch your show, Yes. obviously. അപ്പം I felt like ഒരു നല്ലൊരു പ്രസന്ററും കൂടിയാണ്. ആ ഒരു എൻ്റയർ സെഷൻ ഈസ് ഡൂയിങ് റിയലി ഗുഡ്. ആക്ച്വലി ഫസ്റ്റ് ടൈം എൻ്റെ അടുത്ത് പിച്ച് ചെയ്തപ്പോൾ ഐ വാസ് വെരി നെർവസ്. എനിക്ക് പൊതുവെ സംസാരിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. സോ സെക്കൻഡ് അച്ഛൻസ് മകൻ ആ ഒരു ഇതിലേക്ക് if you look at my lyric sheet നോക്കിയാൽ ലിറിക്സ് കഴിഞ്ഞ ഉടനെ അടുത്ത എന്ത് സംസാരിക്കണം ഞാൻ എഴുതിയിടും. ദാറ്റ് ഫസ്റ്റ് ഷോ. സെക്കൻഡ് ഷോ ആകുമ്പോഴേക്കും അത് പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നു. അതിൽ എനിക്ക് ഏറ്റവും തുടക്കത്തിൽ പാടുന്ന മഴ പാടും. ഒന്ന് പാടാവോ? മഴ പാടും എല്ലാവർക്കും സോങ് ആണ്. I have to thank again Giuseppe, who's also ഒരു ബിഗ് സപ്പോർട്ടാണ് നമ്മുടെ ഈ ഷോവിന്. പുള്ളിയുടെ നിർബന്ധം കൂടെ ആയിട്ടാണ് ഞാൻ ആ പാട്ടിലോട്ട് വരുന്നത്. ദിവേട്ടനെ എന്നെ നേരത്തെ അറിയായിരുന്നു. ലിറിക്സ് ഡയറക്ഷൻ, ആ സിനിമ ഡയറക്ഷൻ ജിസൈഡിനായിരുന്നു. സൺഡേ ഹോളിഡേ ജിസൈഡിന് ഇതേപോലെ എൻ്റെ കപ്പ ടി വിയിൽ 1-2 കവർ സോങ്സ് കേട്ടിട്ട് ഇറ്റ് വാസ് ഹിസ് ചോയ്സ് എന്നെ കൊണ്ട്. അപ്പോൾ ദീപകേട്ടന് താങ്ക്ഫുള്ളി എൻ്റെ വോയിസ് നേരത്തെ അറിയായിരുന്നു. ഐ സെൻറ്റും എൻ്റെ കവർ സോങ്സ് ഒക്കെ പുള്ളിയും കേട്ടായിരുന്നു. സോ എൻ്റെ ഫസ്റ്റ് മേജർ ഹിറ്റ് ആസ് എ പ്ലേബാക്ക് സിംഗർ. എക്സാക്ട്ലി എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള അവന്റെ
ഒന്നാം രാഗം. എന്റെ ഒന്നാം രാഗം മഴപാടുമാണ്. എക്സാക്ട്ലി അതിഷ്ടമായി. പക്ഷെ അച്ഛന്റെ മറ്റേ ആരി രാരിയുടെ രാരി മോശം രാരി killer was- ആണ്. അല്ല, it's a duet. ഒന്നാം രാഗം was a duet and Do it, yeah. Correct, this is correct, a duet. Yeah. ശരിയാ. മഴ പാടും കുളിരായി വന്നതാരു ഇവളോ, തെന്നലായി താണലായി ഇനിയാരോ ഇവളോ, അറിയാതൊരോമൽ പീലി തിരയുന്നു തമ്മിൽ നാം, കാണാതിരുന്ന നേരമാകി തന്നെയായി നാം, മഴ പാടും കുളിരായി വന്നതാരു ഇവളോ, തെന്നലായി തണലായി ഇനിയാരോ ഇവളോ. Beautiful. സത്യത്തിൽ ഇതിങ്ങനെ പോവും. ചോദ്യമല്ല ഒരു ഞാനേ, ഓ ഐ ഫീൽ ബ്ലെസ്ഡ് ഇവൻ്റെ കൂടെ ആ. പാടാൻ. ഓ കാരണം ഞാൻ പാടുന്ന ടൈം he was nowhere in the picture. correct. ആ പാട്ട് പാടി ഇവനെ ഉറക്കി ഇപ്പോൾ അവനോടൊപ്പം ഈ പാട്ടുകൾ പാടുന്നു. ഐ ഫീൽ ഇറ്റ് ഇസ് വീണ്ടും ഒരു അനുഗ്രഹം. അനുഗ്രഹം തന്നെ. That's all. ട്രൂ. എസ്പെഷ്യലി ആസ് ഐ സെഡ്, എല്ലാവരും കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ വേണുവേട്ടൻ പാടുകയാണോ എന്ന് തോന്നുക പറയണത് വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ് അല്ലേ. ഇറ്റ്സ് നോട്ട് നെസസറി, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കണം എന്നില്ലല്ലോ, ഡെസ്റ്റിനി അല്ലേ. അപ്പൊ ആ ഒരു ബ്ലെസ്സിങ്ങും കൂടെ ഈ വീട്ടിലേക്ക് കയറി വരിക എന്ന് പറഞ്ഞത് ഇറ്റ്സ് വെരി 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 എന്താ പറയാ, നമുക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണത്. അതുകൊണ്ടാണ് ഞാൻ സിനിമ എന്ന് പറഞ്ഞ സമയത്ത് ആ ഒരു കാര്യം സൂചിപ്പിച്ചത്. എൻ്റെ ഇതിനകത്ത് ഒരു പ്രോഗ്രാമിന്റെ പേര് വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു സെഗ്മെന്റ്, നമ്മൾ ഈ റാപ്പിഡ് ഫയർ എന്നൊക്കെ എല്ലാത്തിലും കേൾക്കില്ലേ, ഞാൻ അങ്ങനെ റാപ്പിഡ് ഫയർ എന്നല്ല വിളിക്കുന്നത്, സോൾ സ്പാർക്സ്. സോൾ സ്പാർക്സ്, Okay. സോൾ സ്പാർക്ക്. പക്ഷേ ഓൾമോസ്റ്റ് നമ്മളെല്ലാം കുറെ കവർ ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഇത് രശ്മി പറയുന്നതായിരിക്കും. രശ്മി ചേച്ചിക്കുണ്ട് ഇതിനകത്ത്. രശ്മി ചേച്ചിയോട് തന്നെ ആദ്യം ചോദിക്കാൻ ഞാൻ, വൺ ഹാബിറ്റ് ഓഫ് വേണുവേട്ടൻ യു സീക്രട്ട്ലി ഫൈൻഡ് ഫണ്ണി. ഏതെങ്കിലും ഒരു ഹാബിറ്റ് എത്ര പറയും. വെറുതെ എന്നെ അധിക്ഷേപിക്കണോ? രശ്മി ചേച്ചിക്ക് ഇടയ്ക്ക് ഫണ്ണി, ഈ ഹാബിറ്റ് ഭയങ്കര ഫണ്ണിയാണെന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും വേണുവേട്ടൻ ഒരു ഹാബിറ്റ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാ. കുറെ ഹാബിറ്റ്സ് ഉണ്ടാവൂല്ലോ വേണുവേട്ടന്. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ അനൗൺസ്മെന്റ് ഉണ്ട്. ഡയറ്റിൽ അത് ശരിയാ. എല്ലാ 6 മാസം കൂടുന്തോറും ഒരു അനൗൺസ്മെന്റ് ഉണ്ട്, ഡയറ്റിലാണ്. ഡയറ്റിലാന്ന് പറയും. അല്ലല്ല, ഇത് she has to. അല്ലല്ല അത് ശരിയാ. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോയി വല്ലയിടത്തൊക്കെ ഒരു 4-5 കിലോ ഒക്കെ കഴിയും, കൂടിയിട്ടൊക്കെ തിരിച്ചു വരും. രണ്ടുപേരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി ഡയറ്റാണ്, ഇനി അത് തിന്നില്ല എന്നൊക്കെ. ഞാൻ പോയി വല്ല പുല്ലും എലിയും ഈ സാധനങ്ങളും ഇങ്ങനത്തെ ഇതൊക്കെ ഒരു 3 ദിവസം, അത് കഴിഞ്ഞു. പിന്നെ എനിക്ക് വിശക്കണമെന്നായി. ഈ സാധനങ്ങൾ മുഴുവൻ അവസാനം ഞാൻ തിന്നും. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സാധാരണ ഡയറ്റിന്റെ കൂടെ ഈ പുല്ലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇതാണ്, നടക്കണ ഒരു സംഭവമാണ്. എന്നാലും അരവിന്ദ് അത് റിമൈൻഡ് ചെയ്തു അല്ലേ. വേണുവേട്ടൻ അഗ്രി ചെയ്യുന്നുണ്ടോ ഇത്? പക്ഷെ ഇപ്രാവശ്യം ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും. ഇപ്രാവശ്യം ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ തുടങ്ങി. എവിടെ നാളെ തൊട്ട് ഇതിപ്പോ കർക്കിടക മാസല്ലേ, കർക്കിടക മാസം ആയപ്പോ ഞാൻ നോൺ വെജാണ്. ഓ പിന്നെന്താ ശരി എന്ന് പറഞ്ഞു. 6ാമത്തെ ദിവസം ഞാൻ എറണാകുളത്ത് പോയി. പോവാൻ കാത്തു നിന്ന മാതിരി അപ്പൊ എന്റെ അടുത്ത് ഡ്രൈവർ പറയും, മാഡം ഇവിടുന്ന് പോയാ സാറ് വാങ്ങും ഫുഡ്. പിന്നിലുള്ള എനിക്ക് എന്റെ കുഴപ്പമില്ല, ഇത് എനിക്കറിയില്ല. ഞാൻ പുറത്തിറങ്ങി വേണം സാധനങ്ങൾ മേടിക്കും. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ചില ദുർബലതകൾ. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, പട്ടിണി കിടക്കാനൊന്നും പറഞ്ഞിട്ടില്ല. സ്വയം ആരും പറഞ്ഞിട്ടില്ല ഡയറ്റിൽ കിടക്കണം. എന്നെ കണ്ടാൽ അങ്ങനെ വലിയ വേണുവേട്ടൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല കാലായി. അന്നും അതിപ്പോ എല്ലാവർക്കും അതൊരു ഭാഗമാണല്ലോ എല്ലാവരുടെയും. എന്നാലും ഹീസ് മെയിൻറ്റെയിനിങ് ഫോർ ഇയേഴ്സ് അല്ലേ, നിത്യഹരിത ഗായകൻ. വൺ ക്വാളിറ്റി യു അഡ്മയർ ഇൻ അരവിന്ദ് ആൻഡ് അനുപല്ലവി, നമ്മുടെ അമ്മുക്കുട്ടി.
ആസ് എ മോം, അല്ലെങ്കിൽ വേണുവേട്ടനും കൂടാം, ജോയിൻ ചെയ്യാം. രണ്ടുപേരിലും മക്കളിലുള്ള ഒരു ക്വാളിറ്റി പറയട്ടെ, എടുത്തു പറയുന്ന ഒരു ക്വാളിറ്റി. സംസാരിക്കാൻ അവൻ വെരി പേഷ്യൻറ്റ്. ആ പേഷ്യൻ്റ് ആണ് അവൻ. ഹി ഗിവ്സ് എ ഇയർ. ആരൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഹി ഗിവ്സ് എ ഇയർ ടു ദ പേഴ്സൺ. പിന്നെ കുറേയൊക്കെ ഈ പറഞ്ഞ മാതിരി അവൻ കുറേയൊക്കെ ഓർഗനൈസ്ഡ് ആണ്. ആ അമ്മുന് ഭയങ്കര എമ്പത്തി ഉള്ളൊരു, ഈസ് നോട്ട് ഓർഗനൈസ്ഡ് ഒന്നുമല്ല, അല്ല. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമുക്ക് യു ഹാവ് ടു ഹാവ് സെൽഫ് കെയർ. നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം നമ്മൾ എന്നൊക്കെ. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ദീസ് ആർ തിങ്സ് വിച്ച് ഷീ ഹാസ് ടോൾഡ് മീ. ഇങ്ങനെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് എപ്പോഴും മറ്റുള്ളവർക്ക് ഇതൊക്കെ എനിക്കൊരു റെവലേഷൻ ആയിരുന്നു. ഓൾ ദോസ് തിങ്സ്. സൈക്കോളജി സ്റ്റുഡന്റും കൂടെ. തേർഡ് വൺ ഇപ്പം ജോയിൻ ചെയ്ത് നമ്മുടെ സ്നേഹക്കുട്ടി. ഷീ ഹാസ് ഓൾവേസ് ബീൻ എന്താ പറയുക വെരി സ്വീറ്റ്. ഈ പറഞ്ഞ മാതിരി എന്താ പറയുക, ഐ ലൈക്ക് ദ വേ ഷീ ഗോസ് അബൌട്ട് തിങ്സ്. എല്ലാം വളരെ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട്, അങ്ങനെ ഇങ്ങനെ ഹേർട്ട് ചെയ്യണ മാതിരി ഒന്നും. ലൈക്ക് വാട്ട് ഐ ലൈക്ക് അബൌട്ട് ഹെർ ഇസ് ഷീ ഈസ് ഓൺ ദ ഫേസ്. അതെ, ഷീ ഈസ് ഓൺ ദ ഫേസ്. മോർ കറേജ്. കറക്റ്റ്. അതായത് ഇപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഒന്നും പറയില്ല. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല. ദാറ്റ് ഈസ് ഓൺ ദ ഫേസ്. അങ്ങനെ എന്താ പറഞ്ഞത്? ഇഷ്ടമില്ലാത്തത് അല്ല, അങ്ങനെയല്ല, ഹേർട്ട് ചെയ്യണ മാതിരി അല്ല. മാത്രല്ല ഞാനും കൊടുക്കും. അങ്ങനെയല്ല, അല്ല ലൈക്ക് ഈ ബാക്ക് തിരിഞ്ഞിട്ട് വേറെ ഒന്ന് പറയാ, In അങ്ങനെ general, ഇല്ല. yeah. ഇല്ലെങ്കിൽ ഇല്ല. It's a very good quality, but as I said, it needs more courage. പറയാൻ. അതെ, പക്ഷെ അവരെന്ത് വിചാരിക്കും അടുത്ത ആള് എന്ന് ചിന്തിച്ചു തുടങ്ങി ഇത് പറ്റില്ല. വൺസ് യു സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ് പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവും. എനിവേസ്, വൺ ക്വാളിറ്റി ഇൻ രശ്മിജി ദാറ്റ് യു വിഷ് യു ഹാഡ് ഉണ്ടായിരുന്നെങ്കിൽ. many qualities under that she has that I wish I had. One is അല്ല, family. you wish. I had. Okay. കറക്റ്റ്. Okay. Ade, so she puts her family at the forefront before even herself. അത് ബാക്കിയുള്ളവരെല്ലാവരും ഹാപ്പി ആണെങ്കിൽ ഐ ആം ഹാപ്പി എന്നുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ. സോ ദാറ്റ് ഇസ് നോട്ട് എവ്രി വൺ ഹാസ് ദാറ്റ്. അതൊരു സാക്രിഫിഷ്യൽ ആയിട്ടല്ല. ഷീ ഈസ് ഡൂയിങ് ഇറ്റ് ഔട്ട് ഓഫ് ലവ്. എൻജോയ്മെന്റ് കിട്ടുന്നുണ്ട്. ഷീ ഫീൽസ് വെരി ഹാപ്പി. അത് ബാക്കിയുള്ളവരെല്ലാവരും ഹാപ്പി ആണോ, നിങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് ഭക്ഷണം ഇഷ്ടപ്പെടുന്നുണ്ടോ, ആ ഒരു ഹോസ്പിറ്റാലിറ്റിയില് ജോയ്. അപ്പൊ വേറെ ആൾക്കാരുടെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുക പറഞ്ഞ ഒരു വലിയ കാര്യമാണ്. ആ ക്വാളിറ്റി എനിക്ക് ഭയങ്കര. ഇപ്പൊ തന്നെ നമ്മൾ വന്നപ്പോ തന്നെ എല്ലാവരും വെള്ളം കുടിക്കണോ, കേക്ക് കഴിക്കണോ, സാരിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഇതിങ്ങനെ മടങ്ങരുത്. പക്ഷേ ഷീ വിൽ ആസ്ക് നമുക്ക് എന്തെങ്കിലും വേണോ, കുടിക്കാൻ വേണോ, എന്നിട്ട് ഷീ ഈസ് ഹാപ്പി ടു ഹെൽപ്പ് ഔട്ട്. ആ ഒരു മെന്റാലിറ്റി വളരെ ഗിവിംഗ് ആണ്. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് അമ്മു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്തത് സെൽഫ് കെയറും സെൽഫ് ലവും ഒക്കെ. അതാണ്, അതുകൊണ്ടാണ്. ബട്ട് അഗൈൻ ഇറ്റ്സ് ഹെർ ലൈഫ്. ഷീ ഓൾറെഡി ടോൾഡ് ഒരു സോഷ്യൽ ലൈഫ് ഇഷ്ടപ്പെടുന്ന ആളല്ല. സോ ഇറ്റ്സ് ഹെർ വേൾഡ്. ഷീ ഈസ് പ്രൊട്ടക്ടിങ്. അരവിന്ദ്, ദാറ്റ്സ് വൺ ഹാബിറ്റ് യു വുഡ് ഹാപ്പിലി സ്റ്റീൽ. നമ്മൾ നേരത്തെ എഗെയിൻസ്റ്റ് ആയിട്ടാ പറഞ്ഞത്. സ്റ്റാർട്ടിങ് കോൺവെർസേഷൻസ് എവിടെ പോയിട്ടാലും ഹി ഇമ്മീഡിയറ്റ്ലി അച്ഛനെ ആരായിട്ട് ഇടപഴകാൻ ഭയങ്കര എളുപ്പമാണ്. അച്ഛന് ഓൾസോ ഹി ഹാസ് വെരി ഗുഡ് ലാംഗ്വേജ്. അപ്പൊ എനിക്ക് റീഡ്സ് എ ലോട്ട്, റൈറ്റ്സ് എ ലോട്ട്. എനിക്ക് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ബാക്കിലോട്ട് നിൽക്കും. ഐ ലൈക്ക് ദാറ്റ്. ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ടല്ലേ. ഗ്രേറ്റ്. ഹൂ ഈസ് ദ ഫുഡി? നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. എന്നാലും എന്നെ ഒരു ചാപ്പാട്ട് രാമനാക്കി എല്ലാരും കൂടിയിട്ട്. അല്ല, അരവിന്ദ് നന്നായിട്ട് ഫുഡ് എൻജോയ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫുഡ് എനിക്ക് പല സ്ഥലത്ത് പോയി കഴിക്കാൻ ഇഷ്ടമാണ്. ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിൽ ഞങ്ങൾ ആക്ച്വലി നാളെ സ്ഥലത്ത് പോകുമ്പോ എവിടെ പോയി കഴിക്കണം പ്ലാൻ ചെയ്തു. കോൺട്രാസ്റ്റ് എങ്ങനെ പറ്റും? നീ നോക്കിയോ, ഒരു 20 വർഷം കഴിയുമ്പോൾ രശ്മി എന്നെ പറയുന്ന പോലെ സ്നേഹം. ഞാൻ 20 വർഷം ഒന്നും വെയിറ്റ് ചെയ്യില്ല. നമ്മൾ അതേപോലെ വെജിറ്റേറിയൻ നോൺ വെജ് ചോദിച്ചത് ഷെയർ ചെയ്യണ്ട, വേണ്ട, സെപ്പറേറ്റ് ഡിഷസ് ഓർഡർ ചെയ്യാം. ഒരു പ്രശ്നം. പക്ഷെ കൂടെ ഇരുന്ന് കഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. എനിക്ക് പ്രശ്നമില്ല. അതൊന്നും പ്രശ്നമില്ല. അല്ല, അങ്ങനെ അത്രയും അങ്ങനത്തെ ഒരു ഇഷ്യൂ ആവാറില്ല.
ഞാൻ എന്റെ ഫുഡിൽ ഫോക്കസ്ഡ് ആയിരിക്കും. കമ്മിങ് ബാക്ക് ടു പിലാറ്റസ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ചിക്കനും കുറച്ച് പ്രോട്ടീൻ വേണ്ടി വരും. കൂടുതൽ വേണ്ടേ? അതെ പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിന് എന്താ നോൺ വെജിറ്റേറിയൻ സോഴ്സസ് തന്നെ വേണമെന്നില്ല. ഇപ്പൊ ഒത്തിരി ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. പനീർ പനീർ, ടോഫു, ടെമ്പെ, കീൻവ എല്ലാം കഴിക്കാൻ പറ്റും. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. റീപ്ലേസ് ചെയ്ത് പോകും. ഓക്കെ. വൺ സോങ് യു വിഷ് യു ഹാഡ് സങ്, അങ്ങനെ വേണമായിട്ടിരുന്ന് വേറെ ഏതെങ്കിലും പാട്ട്? അയ്യോ കുറെ ഉണ്ടോ? ഒരുപാടുണ്ടല്ലോ. ആ, അത് എന്നാൽ തീരില്ല. ഒരെണ്ണം. ഒരുപാട്. താമസമെന്തേ വരുവാൻ, ആ. അല്ലിയാമ്പൽ, മാണിക്യവീണ, ഓ എത്രയോ പാട്ടുകൾ, എസ്പെഷ്യലി ബാബുരാജ് സോങ്സ്. ഒരു പുഷ്പം, ഇഷ്ടം പോലെ. ലിസ്റ്റ് ഓഫ് സോങ്സ് അല്ലേ? അരവിന്ദ് ഓൾറെഡി പറഞ്ഞു വേണുവേട്ടൻ്റെ മായ മഞ്ജരി പക്ഷേ അല്ലേ? അവയെല്ലാം ദാസേട്ടൻ പാടിയത് നന്നായി. സ്റ്റിൽ സോ സ്വീറ്റ്. ആൻഡ് വൺ സിംഗർ യു വുഡ് ലൈക്ക് ടു സിംഗ് വിത്ത്? ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ജനറേഷനൊക്കെ തന്നെ എടുക്കാം. ശ്രേയ ഘോഷലോ അങ്ങനെ? ശ്രേയ ആണ് ഒന്ന്. ശ്രേയ ഘോഷൽ. അരവിന്ദോ? ശ്രേയ ഘോഷാൽ. ശ്രേയ ഘോഷൽ ശ്രേയ ഘോഷാൽ. ഓക്കെ. എന്തായാലും കുറേ നേരം ഇങ്ങനെ എനിക്ക് മതി വരുന്നില്ല, നിർത്താനും തോന്നണില്ല. ഇങ്ങനെ പോവും കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ. പ്രത്യേകിച്ച് 4 ബ്യൂട്ടിഫുൾ സോൾസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. എന്നാലും നമുക്ക് നിർത്തേണ്ടത് കാര്യമുള്ളതുകൊണ്ട്, സമയമായതുകൊണ്ടും നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം അല്ലേ വേണുവേട്ടാ? ആയിക്കോട്ടെ. അപ്പം ഓണമാണ്. ഓണത്തിന് നമുക്ക് എന്തായാലും വിഷ് ഒരു- ചെയ്യണം. ഒരു ഓണപ്പാട്ട്, ഒരു ഓണമല്ല, ഫെസ്റ്റിവൽ സോങ്. അച്ഛൻ പാടിയ ശ്യാമവാനിലേതു. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമകന്യ കണ്ടുണർന്നുവോ. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമകന്യ കണ്ടുണർന്നുവോ. കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം, കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം, കണ്ടു കൊതി പൂണ്ടോ ഗജരാജമേഘജാലം. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമകന്യ കണ്ടുണർന്നുവോ. ദ ബെസ്റ്റ് ഗിഫ്റ്റ്. ഇതിനേക്കാളും വലിയൊരു ഗിഫ്റ്റ് ഇല്ല വേണുവേട്ടാ ഓണത്തിന്. രണ്ടുപേരുടെ ബ്യൂട്ടിഫുള്ളി സങ്. താങ്ക് യു സോ മച്ച് വേണുവേട്ടാ, രശ്മി ചി, അരവിന്ദൻ, സ്നേഹ. ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം. ഒരു ഫാമിലി തന്നെയാണ്. എനിക്കും ഇതൊരു ഫാമിലി തന്നെയാണ്. എനിക്കിതിനേക്കാൾ ഐ കാണ്ട് ആസ്ക് മോർ ഡ്യൂറിങ് ദിസ് ഓണം. ഇറ്റ്സ് ലൈക്ക് മോർ ഓഫ് എ സെലിബ്രേഷൻ. ഇന്ന് തന്നെ തിരുവോണം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു ഫുൾ ഓഫ് സെലിബ്രേഷൻ മൂഡ് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാത്തതും വേണുവേട്ടനും രശ്മിയച്ചിയും ഇന്നറിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റട്ടെ. ഇനിയും അങ്ങോട്ട് ഒരുപാട് ഐശ്വര്യങ്ങളും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ. സ്നേഹയുടെ ബിസിനസ്സിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവട്ടെ. എല്ലാ ഡിസ്ട്രിക്റ്റിലും സെറീനിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റട്ടെ. അരവിന്ദനും ഒരുപാട് നല്ല നല്ല പ്രോജക്ട്സ് ഇനി അങ്ങോട്ട് വരട്ടെ. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യുന്ന സ്റ്റേജ്, ആ ഒരു മൊമെന്റും എല്ലാവരും ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു, വെരി ഹാപ്പി. താങ്ക് യു. എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും എല്ലാ നന്മയും നിറഞ്ഞ ഒരു ഓണം, ഫുൾ ഓഫ് മ്യൂസിക്, ഹാപ്പിനെസ്, പ്രോസ്പെരിറ്റി, പീസ്. All the best.